നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കനത്ത മഴയിൽ തൊമ്മൻകുത്ത് വേലൂർ ചപ്പാത്തുകൾ കരകവിഞ്ഞു. വേലൂർ ചപ്പാത്ത് കരകവിഞ്ഞതോടെ വേലൂർ, മനയത്തടം, കൈതപ്പാറ മേഖല പൂർണ്ണമായും ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ്. സഹകരണ മേഖലയെ രാഷ്ട്രീയവൽക്കരിച്ച് സഹകരണ പ്രസ്ഥാനം തകർത്ത പിണറായി വിജയൻ കേരള ജനതയോട് മാപ്പ് പറയണമെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് അടിമാലിയിൽ സ്കൂൾ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് ആദരവും നൽകി. തൊടുപുഴ നഗരസഭ മുതലക്കോടം 9ാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് നടന്നു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്രമക്കേടെന്ന പേരിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. കനത്ത മഴയിൽ തൊമ്മൻകുത്ത് വേലൂർ ചപ്പാത്തുകൾ കരകവിഞ്ഞു. വേലൂർ ചപ്പാത്ത് കരകവിഞ്ഞതോടെ വേലൂർ, മനയത്തടം, കൈതപ്പാറ മേഖല പൂർണ്ണമായും ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ്. കാളിയാർ, തെന്നാത്തൂർ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് കാളിയാറിലും തെന്നത്തൂരിലും ഇല്ലിച്ചുവട്ടിലും നിരവധി വീടുകളിൽ വെള്ളം കയറി. വണ്ണപ്പുറം മാർസ്ലേവ ടൗൺ പള്ളിക്ക് സമീപം ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുകയും സമീപത്തെ വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തു. കനത്ത മഴയിൽ തൊമ്മൻകുത്ത് വേളൂർ ചപ്പാത്തുകൾ കരകവിഞ്ഞു. വേളൂർ ചപ്പാത്ത് കരകവിഞ്ഞതോടെ വേളൂർ, മനയത്തടം, കൈതപ്പാറ മേഖല പൂർണ്ണമായും ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ്. കാളിയാർ, തെന്നത്തൂർ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് കാളിയാറിലും തെന്നത്തൂരിലും ഇല്ലിച്ചുവട്ടിലും നിരവധി വീടുകളിൽ വെള്ളം കയറി. തെങ്ങിൻതോട്ടത്തിൽ ശ്രീനാഥ്, ഫ്രാൻസിസ് വെള്ളരിയിൽ, അമ്മണി വട്ടോത്ത്, ഉദയൻ വട്ടോത്ത്, ബിജു ജോൺ ഞാറയ്ക്കൽ, കുര്യൻ തകരപ്പള്ളിൽ, ബിജി പുള്ളോലിക്കൽ, ഖദീജ തട്ടത്ത്, തോമസ് മുള്ളേത്തറപ്പേൽ തുടങ്ങി 15ഓളം കുടുംബങ്ങൾക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. വണ്ണപ്പുറത്ത് വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് പ്ലാന്റേഷൻ കവല ഓലിയിൽ ജോസഫിന്റെ വീടിന്റെ 2 മുറിയുടെ മേൽക്കൂര പാടെ തകർന്നു. വീട്ടുപകരണങ്ങളും നശിച്ചു. തിങ്കളാഴ്ച രാത്രി 7:30ഓടെയാണ് അപകടം. കനത്ത വെള്ളക്കെട്ടിനെ തുടർന്ന് വണ്ണപ്പുറം മാർസ്ലീവ ടൗൺ പള്ളിക്ക് സമീപം ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുകയും സമീപത്തെ വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തു. ഹൈവേ വികസനത്തിന്റെ ഭാഗമായി റോഡ് ഉയർത്തിപ്പണിതപ്പോൾ കലുങ്ക് താഴ്ന്നുപോയതും അശാസ്ത്രീയ നിർമ്മാണ രീതിയുമാണ് കനത്ത വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഈ പ്രദേശത്തൂടെ വരുന്ന മുഴുവൻ വെള്ളവും ഈ ഭാഗത്തൂടെ വേണം ഇറങ്ങിപ്പോകാൻ. അങ്ങനെ വരുമ്പം ഈ റോഡിൽ കൂടെ കയറുമല്ലാതെ മറ്റു മാർഗ്ഗമില്ല. ഈ റോഡും കൂടെ കട്ടയിട്ട് പൊക്കി കഴിഞ്ഞപ്പോൾ ഈ ഭാഗത്തുള്ള എല്ലാം വെള്ളത്തിനടിയിലായി, വീടും മുറ്റവും എല്ലാം. ഇന്നിപ്പോൾ കഷ്ടിച്ച് വീട്ടിൽ വെള്ളം കയറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത വീടുകളിലൊക്കെ കയറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പുറത്തെ വീടുകളിലൊക്കെ 2-3 വീടുകളിലൊക്കെ വെള്ളം കയറിയ ലക്ഷണമാണ്. ഇത് പൊളിച്ച് പണിയെ മാത്രമാണ് ശാശ്വതമായ പരിഹാരം. ഇത് പുതിയതായിട്ട് ഈ റോഡിന് മെയിൻ്റനൻസ് ഒക്കെ നടന്ന സമയത്ത് ഇവിടെ മണ്ണിട്ട് പൊക്കിയിട്ട് ആ സ്ലാബ് അതേപടി കലിങ്ങിൻ്റെ അവിടെ കിടന്നു അതിന് മേളിൽ മണ്ണിട്ട് പൊക്കിയിട്ടാണ് ഇത് പതിലേക്കുന്നത്. 2 അടി വീതിയും 2 അടി പൊക്കവും മാത്രമേ വെള്ളം ഇറങ്ങിപ്പോകാനുള്ളൂ. കലുങ്ക് പൊളിച്ച് ഇത് വലുതാക്കി പണിയാതെ വെള്ളത്തിന് പോകാനുള്ള സ്പേസില്ല. ഈ വെള്ളം ഇങ്ങോട്ട് 4 വശത്തോട്ടും തള്ളിയാണ് അപ്പുറത്തുള്ള വീട്ടുകാരും 3-4 വീട്ടുകാരുടെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അവിടെ സാധനങ്ങളെല്ലാം പ്രായമായ കാരണന്മാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അവർക്കൊന്നും സഹായിക്കാൻ പോലും ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങേ ഭാഗത്തുള്ളവർ പെട്ടെന്ന് ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പെരക്കകത്തോട്ട് കയറില്ല, ഞങ്ങളുടെ മുറ്റത്ത് 3 ദിവസം 3-4 ദിവസമൊക്കെ വെള്ളത്തിൽ ഞങ്ങൾ ചുറ്റപ്പെട്ട് കിടന്നിട്ടുണ്ട്. പുറത്തോട്ട് ഇറങ്ങാനും എല്ലാ അസൗകര്യമാണ്. അതുപോലെ ഇപ്പോൾ പിന്നെ ഈ റോഡ് പൊക്കിപ്പണത് കാരണം പിള്ളേർക്ക് വലിയ കുഴപ്പമില്ലാതെ നടന്നു. അല്ലെങ്കിൽ കാരണന്മാർ വൈകുന്നേരം ആകുമ്പോൾ സ്കൂൾ വിടുന്ന സമയത്ത് അക്കരയും ഇക്കരയും വന്ന് നിൽക്കുവാണ് പിള്ളേരെ കൊണ്ടുപോകാനായിട്ട്. നമ്മൾ എൻ്റെയൊക്കെ അരയ്ക്കൊപ്പം വെള്ളത്തോടു കൂടിയാണ് നമ്മൾ ഇതിൽ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എങ്ങനെ റോഡ് നമ്മൾ വീതി കൂട്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പാലത്തിനൊരു പുനർനിർമ്മാണം ഉണ്ടാകാതെ ഇവിടുത്തെ ഈ വെള്ളക്കെട്ട് പരിഹരിക്കുകയില്ല. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കാക്കൊമ്പ് RPS കീഴിൽ കേരള റബ്ബർ ലിമിറ്റഡിന്റെ സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ച KRG ഈവൻസിന്റെ കാർഷിക മേഖലയ്ക്ക് ഒരു കർമ്മസേന ഉദ്ഘാടനവും ട്രെയിനിംഗ് നൽകിയ
വിദഗ്ധ ടാപ്പർമാരുടെ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. കേരള റബ്ബർ ലിമിറ്റഡ് ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഷീല തോമസ് RPSൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ RPS പ്രസിഡന്റ് ജോസഫ് മാത്യു അധ്യക്ഷത വഹിച്ചു. റബ്ബർ ലിമിറ്റഡ് ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഷീല തോമസ് RPSൽ നടന്ന ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിച്ചു. റബ്ബർ ബോർഡിൻ്റെ 1000-ലധികം RPS ഉണ്ടെന്നാണ് എനിക്കിപ്പോൾ കണക്കുകളൊക്കെ ഞാൻ മറന്നു. കുറേ വർഷമായി റബ്ബർ ബോർഡിൽ നിന്ന് പോയിട്ട്. അപ്പോൾ അതിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന RPSകളുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു RPS ആണ് കാക്കൊമ്പ്. കേരള റബ്ബർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി കേരളത്തിൽ റബ്ബർ വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ ഉപയോഗിച്ചൊരു കമ്പനിയാണ്. കേരളത്തിൽ റബ്ബർ ഉൽപ്പാദനത്തിൽ ഇപ്പോഴും 70% ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബർ കേരളത്തിലാണെങ്കിലും ഇവിടെ റബ്ബർ വ്യവസായ മേഖലയിൽ എന്ന് പറയുന്നത് റബ്ബർ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന 13% മാത്രമാണ് ഇന്ത്യയിലെ കേരളത്തിൻ്റെ സംഭാവന. അതുകൊണ്ടാണ് ആ വലിയൊരു അന്തരം റബ്ബറിൻ്റെ വില നിലവാരത്തെ ബാധിക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഇതിൽ കുറേയധികം റബ്ബർ ഉപയോഗിക്കാൻ സാധിച്ചാൽ ഒരു പരിധിവരെ ഈ വിലയിലുണ്ടാകുന്ന വലിയ ഏറ്റക്കുറച്ചിലുകളെ മറികടക്കാൻ കഴിഞ്ഞേക്കാമെന്ന് ഞാൻ പറയുന്നുള്ളൂ. അന്താരാഷ്ട്ര തലത്തിൽ വ്യാപാരം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് റബ്ബർ. അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വളരെയധികം പരിമിതിയാണ്. റബ്ബർ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, ടാപ്പർമാർ ഇല്ലാതെ വെട്ടാതെ കിടക്കുന്ന തോട്ടങ്ങൾ ഏറ്റെടുത്ത് ഉൽപ്പാദനക്ഷമമാക്കുക, ഇടവിള കൃഷി പ്രോത്സാഹിപ്പിക്കുക, റബ്ബർ മേഖലയിലെ എല്ലാവിധ കാർഷിക പ്രവൃത്തികളും കർഷകർക്ക് അനുയോജ്യമായ രീതിയിൽ ഏറ്റെടുത്ത് നടത്തുക തുടങ്ങിയവയാണ് KRGയുടെ ലക്ഷ്യങ്ങളെന്ന് ഷീല തോമസ് പറഞ്ഞു. യോഗത്തിൽ RPS പ്രസിഡന്റ് ജോസഫ് മാത്യു അധ്യക്ഷത വഹിച്ചു. KRL പ്രതിനിധി ഡോക്ടർ B രാജീവൻ പ്രോജക്ട് അവതരിപ്പിച്ചു. ട്രെയിനിംഗ് പൂർത്തിയാക്കിയ ടാപ്പേഴ്സിനുള്ള കിറ്റും സർട്ടിഫിക്കറ്റും യൂണിഫോമും വിതരണം ചെയ്തു. ട്രെയിനിംഗ് നേടിയ വിദഗ്ധ ടാപ്പർമാരെ വിവിധ തോട്ടങ്ങളിലേക്ക് വിന്യസിച്ചു. കയ്യൂർ പള്ളി വികാരി ഫാദർ ജീവൻ കദളിക്കാട്ടിൽ, KRL പ്രതിനിധി ടോം ജോസഫ്, റബ്ബർ ബോർഡ് ഡെവലപ്മെന്റ് ഓഫീസർ VG സന്തോഷ്, ഗ്രാമീൺ ബാങ്ക് മാനേജർ അനൂപ്, റബ്ബർ ബോർഡ് ട്രെയിനർ ടോം C ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. KRG ഇവന്റ് സെക്രട്ടറി ബ്ലസൻ ജോർജ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. പ്രസിഡന്റ് ബെന്നി മാത്യു സ്വാഗതവും കാക്കൊമ്പ് RPS വൈസ് പ്രസിഡന്റ് സുജി കുര്യാക്കോസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മുട്ടം. സഹകരണ മേഖലയെ രാഷ്ട്രീയവൽക്കരിച്ച് സഹകരണ പ്രസ്ഥാനം തകർത്ത പിണറായി വിജയൻ കേരള ജനതയോട് മാപ്പ് പറയണമെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി വഞ്ചിക്കവല കേരള ബാങ്ക് ഹെഡ് ഓഫീസിന് മുന്നിൽ നടത്തിയ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരള ബാങ്ക് ഹെഡ് ഓഫീസിന് മുമ്പിൽ ഉപവാസ സമരം നടത്തി. പ്രഹസനമായ മന്ത്രിതല ചർച്ചയും വാഗ്ദാന ലംഘനവും നടത്തി ജീവനക്കാരെ വഞ്ചിക്കുന്ന പിണറായി സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഉപവാസ സമരം നടത്തിയത്. UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ഇടുക്കി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ബിജു ജോസഫ് അധ്യക്ഷത വഹിച്ചു. സഹകരണ മേഖലയെ രാഷ്ട്രീയവൽക്കരിച്ച് സഹകരണ പ്രസ്ഥാനത്തെ തകർത്ത പിണറായി വിജയൻ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും സഹകരണ മേഖലയെ തകർത്തത് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും പിടിവാശിയുമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജോയി വെട്ടിക്കുഴി പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസുകളെല്ലാം രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്തുകൊണ്ട് ഈ സഹകരണ മേഖലയെ തകർത്തതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയുവാൻ തയ്യാറാവണം. ഈ മേഖല തകർത്തതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും അദ്ദേഹത്തിന്റെ പിടിവാശിയുമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു മേഖലയെയാണ് അദ്ദേഹത്തിൻ്റെ ചില അശാസ്ത്രീയമായ തീരുമാനത്തിൻ്റെയും പിടിവാശിയുടെയും അടിസ്ഥാനത്തിൽ തകർത്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് കേരളത്തിലെ സഹകരണ മേഖല എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. KPCC നിർവാഹക സമിതി അംഗം AP ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. ഉപവാസ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച DCC സെക്രട്ടറി MD അർജുനൻ, കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി KD അനിൽകുമാർ, എബിൻ ജോസഫ്, ഷാജി കുര്യൻ, ഷാജി K ജോർജ്, ജോസഫ് കുര്യൻ, KS ജിജോ, C പ്രമീള എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്രമക്കേടെന്ന പേരിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതവും വസ്തുതാ വിരുദ്ധവുമാണെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കണ്ടെത്തിയ ചില പോരായ്മകൾ തൊഴിലാളികളുടെ പ്രത്യേക ഗ്രാമസഭാ യോഗം ചേർന്ന് ബോധ്യപ്പെടുത്തി ന്യൂനതകൾ പരിഹരിച്ച് ഇളന്തേശം ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാതെ ഓഡിറ്റിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്ന രീതിയിലുള്ള പ്രചാരണം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ സമൂഹ മാധ്യമങ്ങളിൽ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നടത്തുന്നതാണെന്നും അവർ പറഞ്ഞു.
ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്രമക്കേടെന്ന പേരിൽ ചില മാധ്യമങ്ങളിൽ നിന്ന് വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. എല്ലാ 6 മാസം കൂടുമ്പോഴും സോഷ്യൽ ഓഡിറ്റിന്റെ ഭാഗമായി കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തിലും തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുകയും പോരായ്മകളും ന്യൂനതകളും കണ്ടെത്തുകയും ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ കണ്ടെത്തിയ പോരായ്മകൾ പരിഹരിക്കുന്നതിനായി 12/3/2024 ഗ്രാമപഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത പബ്ലിക് ഹിയറിംഗ് യോഗത്തിൽ അവതരിപ്പിക്കുന്നതിനായി ഓഡിറ്റ് ടീം തയ്യാറാക്കിയ ഓഡിറ്റ് നോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയിട്ടുള്ളത്. ഉടുമ്പന്നൂരിൽ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള ന്യൂനതകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ കണ്ടെത്തുന്ന പോരായ്മകൾ തൊഴിലാളികൾ തന്നെ പരിഹരിക്കുകയും അത് ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ പരിശോധിച്ച് ഉറപ്പുവരുത്തി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് കേരളത്തിലുള്ളത്. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഓഡിറ്റ് കാലയളവിൽ കണ്ടെത്തിയ ചില പോരായ്മകൾ തൊഴിലാളികളുടെ പ്രത്യേക ഗ്രാമസഭാ യോഗം ചേർന്ന് ബോധ്യപ്പെടുത്തി ന്യൂനതകൾ പരിഹരിച്ച് ഇളന്തേശം ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാതെ ഓഡിറ്റ് നോട്ടിന്റെ പകർപ്പ് മാധ്യമങ്ങൾക്ക് എത്തിച്ചു നൽകി സോഷ്യൽ ഓഡിറ്റിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്ന രീതിയിലുള്ള പ്രചാരണം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ സമൂഹ മധ്യത്തിൽ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നടത്തുന്നതാണെന്നും അവർ പറഞ്ഞു. കേരളത്തിലെ എല്ലാ 941 പഞ്ചായത്തുകളും സോഷ്യൽ ഓഡിറ്റിന്റെ ഭാഗമായി ഇതുപോലെയുള്ള ന്യൂനതകളും പോരായ്മകളും കണ്ടെത്താറുണ്ട്. അത് ഇത്തരത്തിൽ പരിഹരിക്കുന്നതാണ് നിലവിൽ നടന്നു വരുന്ന രീതി. ആ നിലയിൽ ഉടുമ്പന്നൂരിൽ വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ വാർത്ത തികച്ചു വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള വാർത്തയല്ല എന്ന് ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ഒന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഒന്ന് ചേരാൻ നിശ്ചയിച്ചത്. മാത്രമല്ല ഈ പഞ്ചായത്ത് ഭരണ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ തന്ന റിലീസിൻ്റെ അകത്ത് കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2020 ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുന്നത്. അതിന് തൊട്ടു മുമ്പ് ഉണ്ടായിരുന്ന ഭരണസമിതിയുടെ കാലത്തുണ്ടായിരുന്നതിനേക്കാൾ ഏതാണ്ട് 150 മുതൽ 200 ഇരട്ടിയിലേറെ മുന്നേറ്റമാണ് ഈ പദ്ധതിക്കകത്ത് നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ 3 വർഷക്കാലമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ മാത്രമല്ല ആ പഞ്ചായത്തിന്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങളിലെല്ലാം വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണസമിതിയാണ് ഇപ്പോൾ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാകാൻ ഉള്ള സാഹചര്യത്തിൽ ഇത്തരം തെറ്റായ വസ്തുതകളെ മാധ്യമപ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ച് പഞ്ചായത്ത് ഭരണസമിതിയെ അപകീർത്തിപ്പെടുത്താൻ നടത്തുന്ന ഇത്തരം നീക്കങ്ങളിൽ നിന്ന് ആ നീക്കത്തെ എല്ലാവരും തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിക്കാനും ഈ വാർത്തയുടെ വസ്തുതകളെ തിരിച്ചറിഞ്ഞ മാധ്യമ സുഹൃത്തുക്കൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്നിങ്ങനെ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ ഭരണസമിതി ചുമതലയേറ്റതിനു ശേഷം തൊഴിലുറപ്പ് രംഗത്ത് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ലതീഷ്, വൈസ് പ്രസിഡന്റ് ആതിര രാമചന്ദ്രൻ, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ സുലേഷ് സലീം, ശാന്തമ്മ ജോയ്, വാർഡ് മെമ്പർ ടി വി രാജീവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് അടിമാലിയിൽ സ്കൂൾ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് ആദരവും നൽകി. അടിമാലി ക്ലബ്ബ് ഹാളിൽ നടന്ന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ഉദ്ഘാടനം ചെയ്തു. റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോസുകുട്ടി സേവ്യർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ സിനിമാ സീരിയൽ താരം സാജു കൊടിയൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേരളം, തമിഴ്നാട്, കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിലായി പ്രവർത്തിച്ചു വരുന്ന പ്രമുഖ നോൺ ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനമായ റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് അടിമാലി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് സ്കൂൾ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും പ്രമുഖ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നതിനുമായി ചടങ്ങ് സംഘടിപ്പിച്ചത്. അടിമാലി ക്ലബ്ബ് ഹാളിൽ നടന്ന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ്. കാരണം ഇത്രയും പ്രഗത്ഭരായിരിക്കുന്ന ആളുകളുടെ ഇത്രയും സംവിധാനം ഉദ്ഘാടനം ചെയ്യാൻ ഒരാളല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് വിജി പറഞ്ഞു. റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോസുകുട്ടി സേവ്യർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ഉദ്ഘാടനം ചെയ്തു. സിനിമാ സീരിയൽ താരം സാജു കൊടിയൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് സിഇഒ ജെയ്മോൻ ഐപ്പ്, എബിൻ ജെയിംസ്, AC വർഗീസ്, ജിജി അന്ന റജി തുടങ്ങിയവർ പങ്കെടുത്തു. റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് വൈസ് പ്രസിഡന്റ് സേവ്യർ ജോസ് സ്വാഗതവും ഇടുക്കി റീജിയൻ ഏരിയ മാനേജർ ജിജി PK നന്ദിയും പറഞ്ഞു. സാജു കൊടിയന്റെ കോമഡി ഷോയും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ഹലോ, ഏറ്റവും കൂടുതൽ പല്ലുള്ളത് ആർക്കാണ്? അറിയില്ല. ഏറ്റവും കൂടുതൽ പല്ലുള്ളത് ആർക്കാണ്? മനുഷ്യർക്കാണ്. മനുഷ്യർക്കുണ്ട്, അറിയില്ല. നോക്കറിയാമോ? ഇല്ല. ശരി, എൻ്റെ ദൈവമേ, എത്ര നോക്കറിയാം?
അറിയോ? MG ശ്രീകുമാറാണ്. ചിരിക്കമ്മ എന്നുള്ളൊരു പരിപാടിയാണ്. ഓക്കെ, ചിരിക്കുമ്പോ പതിനസിലേക്ക് മഞ്ഞ് പ്രേക്ഷകർക്കാർക്കുമായി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് എന്താണ് പേര്? അശ്വതിയാണ്. അശ്വതിക്ക് നല്ലൊരു പേര് കൊടുക്കാൻ വേണ്ടത്. KJ ജോസ് കീരിക്കാട്ടിൽ, EM മോഹനൻ എടപ്പാട്ട്, ലിബിൻ KG വണ്ടർവാലി, ഡോക്ടർ MM പൗലോസ് മാപ്പാനിക്കാട്ട് എന്നിവരെയാണ് ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തൊടുപുഴ നഗരസഭ മുതലക്കോടം 9ാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് നടന്നു. 4 സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷയിലാണ്. ജ്യോതിഷ് ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. തൊടുപുഴ നഗരസഭയിലെ 9ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ്. വോട്ടെടുപ്പ് അവസാനിക്കുന്ന 6 മണി പിന്നിടുമ്പോഴും വോട്ടർമാരുടെ നീണ്ട ക്യൂവാണ് ഉണ്ടായിരുന്നത്. കനത്ത മഴ അവഗണിച്ചും വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനിലേക്ക് ഒഴുകിയെത്തി. 78.1% വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. കനത്ത മഴ മൂലം രാവിലെ അല്പം മന്ദഗതിയിൽ തുടങ്ങിയ പോളിംഗ് 11 മണിയോടെ ശക്തമായി. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ബൂത്തിന് മുന്നിൽ വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. രാവിലെ മഴയായിരുന്നു കഴിഞ്ഞാക്കിയത് വരാമെന്ന് വിചാരിച്ചത്. ഇച്ചിരിയാണ് തിരക്ക് കുറവാന്ന് വിചാരിച്ച സത്യത്തിൽ ഉച്ച കഴിഞ്ഞ് വന്നതാണ്. പക്ഷെ എല്ലാവരും അങ്ങനെ വന്നു പോകുന്നു. ഇനി ഇപ്പം ഇത്ര തിരക്ക് വരില്ലായിരുന്നു. മഴയാതിൻ്റെ പേരിൽ ആൾക്കാരെല്ലാം ആവശ്യം പോയി. നിലവിലെ സാഹചര്യത്തിൽ നഗരസഭാ ഭരണം നിലനിർത്താൻ ഇടതുമുന്നണിക്കും ഭരണം തിരികെ പിടിക്കാൻ UDFനും 9ാം വാർഡിലെ വിജയം അനിവാര്യമാണ്. എന്നാൽ വാർഡ് പിടിച്ചെടുക്കാൻ BJPയും ആം ആദ്മിയും കടുത്ത വെല്ലുവിളി ഉയർത്തിയതോടെ മത്സരം തീപാറുന്ന പോരാട്ടമായി മാറി. വോട്ടിംഗ് ശതമാനം ഉയർന്നത് വിജയപ്രതീക്ഷ നൽകുന്നുവെന്ന് 4 സ്ഥാനാർത്ഥികളും പ്രതികരിച്ചു. UDF സ്വതന്ത്രനായി ജോർജ് ജോൺ കൊച്ചുപറമ്പിൽ, LDF സ്വതന്ത്രനായി ബാബു ജോർജ്, NDA സ്ഥാനാർത്ഥിയായി രാജേഷ് പൂവാശ്ശേരിൽ, ആം ആദ്മി പാർട്ടിയുടെ റൂബി വർഗീസ് എന്നിവരാണ് മാറ്റുരയ്ക്കുന്നത്. വോട്ടിംഗ് ശതമാനം കുറവാണെങ്കിലും ഉച്ച കഴിഞ്ഞ് ഭയങ്കര ഒരു നല്ല ശതമാനമാണ്. വോട്ടേഴ്സ് ക്യൂ ആണ്. വിജയപ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. 100% വിജയപ്രതീക്ഷയിലാണ്. വളരെ നല്ല രീതിയിൽ വോട്ടിംഗ് പുരോഗമിക്കുന്നു. കാരണം നല്ല പെർസെൻറ്റേജ് തന്നെ ഇപ്രാവശ്യം വോട്ട് വരും. കാരണം ജനം മടുത്തു, അല്ലെങ്കിൽ ജനം വേറൊരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ ഈ പോളിംഗ് ശതമാനം ഉയർന്നു വരുന്നത്. ആളുകൾക്ക് ഈ വാർഡിലെ ഒരു പ്രവർത്തനത്തിലുള്ളൊരു വിരോധം തീർക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് തോന്നുന്നത്. കാരണം ഈ വാർഡിനെ നശിപ്പിച്ച 2 മുന്നണികൾക്കെതിരെയുള്ള അവരുടെ ഒരു വിരോധം തീർക്കുന്ന ഒരവസരമായിട്ട് അവർക്കെതിരെയുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഈ ഇലക്ഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 100% വിജയം സുനിശ്ചിതമാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ കഴിഞ്ഞ 5 വർഷം ഈ വാർഡിൽ നടത്തിയ വികസനം വോട്ടായി മാറ്റി എന്നെ മുനിസിപ്പാലിറ്റിക്ക് കടത്തിവിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഒരു പോളിംഗ് ബൂത്ത് മാത്രമുണ്ടായിരുന്നത് വോട്ടിംഗ് വൈകാൻ കാരണമായി. തിരക്കുമൂലം 3 വട്ടം വീട്ടിൽ പോയി മടങ്ങി വരേണ്ട സാഹചര്യമായിരുന്നെന്ന് വോട്ടർമാർ പരാതിപ്പെട്ടു. ഇടുക്കി സബ് കളക്ടർ അരുൺ S. നായരുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ബൂത്തിലെത്തി നടപടിക്രമങ്ങൾ വിലയിരുത്തി. DCC പ്രസിഡന്റ് CP മാത്യു 5 മണിയോടെ UDF സ്ഥാനാർത്ഥിക്കൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തി. 78.1% പോളിംഗ് ശതമാനം. ആകെ 1282 വോട്ടർമാരുള്ളതിൽ 1001 പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. നാളെ രാവിലെ 10 മുതലാണ് വോട്ടെണ്ണൽ. തൊടുപുഴ നഗരസഭയുടെ ഭാവി ഭരണം ആരിലെത്തുമെന്ന ആകാംക്ഷയിലാണ് ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ആംബുലൻസ് ഡ്രൈവേഴ്സും തൊടുപുഴ സെന്റ് മേരീസ്, സ്മിത മെമ്മോറിയൽ, അല്ലസർ മെഡിക്കൽ കോളേജ്, ഹോളി ഫാമിലി, ചാഴികാട്ട് ആശുപത്രികൾ ചേർന്ന് വയനാട് ദുരന്തഭൂമിയിലേക്ക് 3 ആംബുലൻസുകളിലായി 10ഓളം റെസ്ക്യൂ ടീമിനെ അത്യാവശ്യ മെഡിസിനുകളുമായി അയച്ചു. തൊടുപുഴ ആംബുലൻസ് ഡ്രൈവേഴ്സും തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയും, സ്മിത മെമ്മോറിയൽ ആശുപത്രിയും, അല്ലസർ മെഡിക്കൽ കോളേജും, മുതലക്കോടം ഹോളി ഫാമിലി ആശുപത്രിയും ചാഴികാട്ട് ആശുപത്രികളും ചേർന്നാണ് വയനാട് ദുരന്തഭൂമിയിലേക്ക് 10ഓളം റെസ്ക്യൂ ടീമിനെ അത്യാവശ്യ മെഡിസിനുകളുമായി അയച്ചത്. 3 ആംബുലൻസുകളിലായാണ് റെസ്ക്യൂ ടീമിനെ അയച്ചത്. വളരെയധികം വേദനാജനകമായിട്ടുള്ള സ്ഥലത്തേക്കാണ് ഞങ്ങൾ പുറപ്പെടുന്നത്. ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മുടെ ആംബുലൻസിൻ്റെ ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഒരു റെസ്ക്യൂ ടീം പോലെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ, ചാഴികാട്ട് ഹോസ്പിറ്റൽ MD ജോസഫ് സ്റ്റീഫൻ എന്നിവർ സന്നിഹിതരായിരുന്നു. തൊടുപുഴയിലല്ല, കേരളത്തിൽ എവിടെയാണെങ്കിലും ഏത് ബുദ്ധിമുട്ടുണ്ടായാലും തൊടുപുഴയിലെ ആംബുലൻസുകാർ വളരെ ഹാർദവരമായിട്ട് അവർ എല്ലാ സഹായത്തിനും പോവുകയും
അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ സഹായം ചെയ്യുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ തൊടുപുഴയിലെ. അത് ഒരിടത്തും ഇങ്ങനെ ഇത്രയും സഹകരണം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ തൊടുപുഴക്കാർ ഞാൻ ആംബുലൻസിൻ്റെ ഡ്രൈവേഴ്സിനെയും അതിൻ്റെ ഭാരവാഹികളെയും പ്രത്യേകം ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്. കാരണം ഇതുപോലൊരു സേവനം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആൾക്കാർ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ അവർ തൻ്റെ ഇടമായിട്ട് തന്നെ എന്നോട് രാവിലെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവിധ സഹായവും ഞാൻ ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് തൊടുപുഴയിലെ എല്ലാ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും അവർ ചോദിക്കുമ്പോൾ തന്നെ ധാരാളം മരുന്നുകളും മറ്റ് സാമ്പത്തികമായി സഹായം ചെയ്തിട്ടുണ്ട്. ഈ മരുന്നുകളും മറ്റ് ആവശ്യ വസ്തുക്കളുമായിട്ടാണ് അവരിന്ന് പോകുന്നത്. ഏതാണ്ട് 3 വണ്ടി 10ഓളം പേരുകൾ ഇവിടുന്ന് പോകുന്നുണ്ട്. അവർക്ക് എല്ലാവിധ ഭാവങ്ങളും നൽകുന്നു. പ്രാതിനിധ്യക്കുറവ് പരിഹരിക്കാൻ ജാതി സെൻസസ് നടപ്പിലാക്കാൻ കേരള സർക്കാർ തയ്യാറാകണമെന്ന് മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സംഘടനയുടെ ഇടുക്കി ജില്ലാ കൺവെൻഷനും സമുദായ നേതൃസംഗമവും തൊടുപുഴ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ചു. മെക്ക സംസ്ഥാന ഹെഡ്ക്വാർട്ടേഴ്സ് സെക്രട്ടറി NK അലി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് VK അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ 25 അംഗ ജില്ലാ കമ്മിറ്റിയെയും 13 അംഗ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിനും സാമൂഹിക അസന്തുലിതാവസ്ഥയ്ക്കും ഭൂരിപക്ഷത്തിന്റെ അതൃപ്തിക്കും പരിഹാരം കാണുന്നതിനും ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യനീതിയും അവസര സമത്വവും എല്ലാ മേഖലകളിലും ലഭ്യമാകുവാൻ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സ്ഥിതി വിവരങ്ങൾ അടങ്ങുന്ന ജാതി സെൻസസ് നടപ്പിലാക്കുന്നതിന് കേരള സർക്കാർ തയ്യാറാകണമെന്ന് തൊടുപുഴ വ്യാപാര ഭവനിൽ ചേർന്ന മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സംഘടന ഇടുക്കി ജില്ലാ കൺവെൻഷന്റെയും സമുദായ നേതൃസംഗമത്തിന്റെയും ഉദ്ഘാടനം മെക്ക സംസ്ഥാന ഹെഡ്ക്വാർട്ടേഴ്സ് സെക്രട്ടറി NK അലി നിർവഹിച്ചു. കേരളത്തിൽ തുടക്കം കുറിച്ച് ഇന്ന് ലക്ഷദ്വീപും ഡൽഹിയും അടക്കം 10 സംസ്ഥാനങ്ങളിൽ വരെ മെക്കക്ക് മെമ്പർഷിപ്പും കമ്മിറ്റികളും നാഷണൽ കമ്മിറ്റിയും ഒക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ് നാഷണൽ കമ്മിറ്റിയുടെ രൂപീകരണം 2011 ശേഷമാണ് ഉണ്ടായത്. പക്ഷെ മെക്ക നമ്മുടെ ഈ 89 മർഹൂം CA വാഹിദ് സാഹിബ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സർവീസ് സംഘടനയുടെ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്നു. 25 വർഷക്കാലത്തിലധികം 1/4 നൂറ്റാണ്ട് കാലം അതിലധികവും NGO യൂണിയന്റെ അമരക്കാരനായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഇത് സ്ഥാപിച്ചത്. എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കമ്മ്യൂണിസ്റ്റ് ആശയോ കോൺഗ്രസ് ആശയോ ലീഗ് ആശയോ അതൊന്നുമല്ല. നമ്മൾ പ്രവർത്തിക്കുന്ന മേഖല ഈ സമൂഹത്തിൻ്റെ ഇന്ത്യയിലെയും കേരളത്തിലെയും ബഹുഭൂരിപക്ഷം വരുന്ന പിന്നാക്ക ജനവിഭാഗങ്ങൾ, അതിലെ പിന്നാക്ക വിഭാഗം എന്ന നിലക്കാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരെന്ന നിലക്ക് പിന്നാക്ക വിഭാഗത്തിൽ പെടുത്തിയത് തന്നെ അവരുടെ സാമൂഹ്യമായ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയുടെ പരിഗണനയിലാണ്. അല്ലാതെ ഇസ്ലാം മത വിശ്വാസികൾ എന്ന നിലക്കോ മുസ്ലിങ്ങൾ എന്ന നിലക്കോ മുസ്ലിം നാമധാരികൾ എന്ന നിലക്കോ നമുക്ക് യാതൊരു ആനുകൂല്യവും ഇന്ത്യൻ ഭരണഘടനയിലില്ല. മെക്ക ജില്ലാ പ്രസിഡന്റ് VK അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. MB മുഹമ്മദ് ഖുറാൻ സന്ദേശം നൽകി. കുമ്പങ്കല്ല് തഖ്വ ജുമാ മസ്ജിദ് ഇമാം അൽഹംദ ഷഹീർ മൗലവി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി TK നൂർ മുഹമ്മദ് പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ MS അബ്ദുൾ നാസർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് VP സക്കീർ, ജില്ലാ സെക്രട്ടറി TK നിസാർ, ജില്ലാ ട്രഷറർ MS അബ്ദുൾ നാസർ എന്നിവർ ഉൾപ്പെടുന്ന 25 അംഗ ജില്ലാ കമ്മിറ്റിയെയും 13 അംഗ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. ജില്ലാ കൺവെൻഷനും സമുദായ നേതൃത്വ സംഗമത്തിനും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് MN സലീം, മെക്ക സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി TS അസീസ്, സംസ്ഥാന സെക്രട്ടറി VK അലി, അബ്ദുൾ അസീസ്, അബ്ദുൾ സമദ് തുടങ്ങിയവർ സംസാരിച്ചു. ഓഗസ്റ്റ് 20 തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന മെക്ക 36ാമത് വാർഷിക സമ്മേളനത്തിൽ ജില്ലയിൽ നിന്നും പരമാവധി ആളുകളെ എത്തിക്കാനും തീരുമാനിച്ചു. സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി TK നിസാർ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നെയ്യശ്ശേരി SNCM LP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ പ്രകൃതി സംരക്ഷണ വാഹന സന്ദേശയാത്ര സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ നിന്നും ഹെഡ് മിസ്ട്രസ് ദിവ്യ ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്ത സന്ദേശയാത്ര
നെയ്യശ്ശേരി കവല, കോട്ടക്കവല, മുളപ്പുറം കവല, ഉണിച്ചിക്കവല എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. യാത്രയോടനുബന്ധിച്ച് കോട്ടക്കവലയിൽ സംഘടിപ്പിച്ച പ്രകൃതി സംരക്ഷണ സമ്മേളനം കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി ഉദ്ഘാടനം ചെയ്തു. നെയ്യശ്ശേരി SNCM LP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ പ്രകൃതി സംരക്ഷണ വാഹന സന്ദേശയാത്ര സംഘടിപ്പിച്ചു. ഒരു മനുഷ്യ സമൂഹത്തിന്റെ അടിത്തറയാണ് സുസ്ഥിരവും ആരോഗ്യകരവുമായ അന്തരീക്ഷം. ഇതിന്റെ പ്രാധാന്യം ലോകത്തെ അറിയിക്കാൻ എല്ലാ വർഷവും ജൂലൈ 28-ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം ആചരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് സ്കൂൾ അങ്കണത്തിൽ നിന്നും ഹെഡ്മിസ്ട്രസ് ദിവ്യ ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്ത സന്ദേശയാത്ര നെയ്ശ്ശേരി കവല, കോട്ടക്കവല, മുളപ്പുറം കവല, ഉണിച്ചിക്കവല എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. യാത്രയോടനുബന്ധിച്ച് കോട്ടക്കവലയിൽ സംഘടിപ്പിച്ച പ്രകൃതി സംരക്ഷണ സമ്മേളനം കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഒരു സഹോദരൻ മരണപ്പെട്ടു പോയതിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം അവിടെ കൊണ്ടുകൂടിയ മാലിന്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്നും നമുക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം. കൃഷി ചെയ്ത് നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന നമ്മുടെ ആഹാര സാധനങ്ങൾക്ക് വിഷത്തിന്റെ അംശങ്ങൾ വരികയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിന് ക്രമേണ നമ്മൾ രോഗിയായി മാറുകയും മരുന്നിന് അടിമയാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കുട്ടികളുടെ മനസ്സിൽ ഇത്തരം പ്രവർത്തനങ്ങളുടെ പ്രകൃതിയോടുള്ള സ്നേഹവും പ്രകൃതി സംരക്ഷണ ബോധവും ഊട്ടിയുറപ്പിക്കാൻ കഴിയുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്കൂൾ ലീഡർ ക്രിസ് ലീൻ അനിൽ, വിദ്യാർത്ഥി പ്രതിനിധി വേദസുധൻ എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ അരുൺ ജോസ്, സുമി പി രാമചന്ദ്രൻ എന്നിവർ റാലിയിൽ പങ്കെടുത്തു. യാത്ര നെയ്ശ്ശേരി കവലയിൽ എത്തിച്ചേർന്നപ്പോൾ നാട്ടുകാർ മധുരപലഹാര വിതരണം നടത്തി. പ്രവർത്തനങ്ങൾക്ക് CM സുബൈർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൊടുപുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഊർജ്ജ സംരക്ഷണ ക്യാമ്പയിന്റെ ഉടുമ്പന്നൂർ യൂണിറ്റ് തല ഉദ്ഘാടനം പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ശശിലേഖ രാഘവൻ നിർവഹിച്ചു. യൂണിറ്റ് പരിധിയിലെ പരമാവധി വീടുകളിൽ പരിഷത്തിന്റെ ഊർജ്ജ സംരക്ഷണ മാലിന്യ സംസ്കരണ ഉപാധികൾ വിതരണം ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. യൂണിറ്റ് പ്രസിഡന്റ് AN സുധീഷ് അധ്യക്ഷത വഹിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൊടുപുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഊർജ്ജ സംരക്ഷണ ക്യാമ്പയിന്റെ ഉടുമ്പന്നൂർ യൂണിറ്റ് തല ഉദ്ഘാടനം പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ശശിലേഖ രാഘവൻ നിർവഹിച്ചു. കൃഷിയും മാലിന്യ സംസ്കരണവും അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും ഉടുമ്പന്നൂരുകാർ മുന്നോട്ടാകണം. അതിന് പരിഷത്ത് പ്രവർത്തകർ അതിന് നേതൃത്വം കൊടുക്കണം. അപ്പോൾ ആ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ പ്രവർത്തക യോഗത്തിനെ അതിൻ്റെ ഒരു ഉദ്ഘാടന യോഗമായിട്ട് കാണുകയും ചെയ്യണം. അപ്പോൾ ഇന്ന് നടക്കുന്ന ഇപ്പം ഈ ഉടുമ്പന്നൂരിനെ ഒരു പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കുമ്പം നമ്മുടെ വിഷയസമിതികളടക്കം ജെൻഡറും പരിസരവും വികസനവും അടക്കമുള്ള എല്ലാ വിഷയസമിതികളെല്ലാം കൂടിയിരുന്നിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആലോചിച്ച് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി അടക്കം ആ യോഗത്തിൽ വരികയും ഉടുമ്പന്നൂരിനെ അടുത്തൊരു വർഷമാകുമ്പോഴേക്കും കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു സാധ്യതകൾ ഉടുമ്പന്നൂരിലെ എല്ലാ തലത്തിലും ഉണ്ടാകണം എന്നാണ് അതിൻ്റെ ഒരു വിലയിരുത്തൽ. യൂണിറ്റ് പരിധിയിലെ പരമാവധി വീടുകളിൽ പരിഷത്തിന്റെ ഊർജ്ജ സംരക്ഷണ മാലിന്യ സംസ്കരണ ഉപാധികൾ വിതരണം ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. യൂണിറ്റ് പ്രസിഡന്റ് AN സുധീഷ് അധ്യക്ഷത വഹിച്ചു. പരിഷത്ത് അംഗത്വ ഫീസും പരിഷത്ത് മാസികകളുടെ വാർഷിക വരിസംഖ്യയും ജില്ലാ പ്രസിഡന്റ് ഏറ്റുവാങ്ങി. PD രവീന്ദ്രൻ, PK ശ്രീകുമാർ എന്നിവർ പരിഷത്ത് ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തി. യൂണിറ്റ് സെക്രട്ടറി KG രാജൻ, TM സുബൈർ, KT രാജപ്പൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. കുടയത്തൂർ ഗവൺമെന്റ് ന്യൂ LP സ്കൂളിൽ 2024-2025 വർഷത്തെ തനതു പ്രവർത്തനം മഞ്ചാടിച്ചെപ്പിന്റെ ഉദ്ഘാടനവും സ്കൂളിലെ പഴകിയ വയറിങ്ങുകൾ മാറ്റി പുതിയത് സ്ഥാപിച്ചതിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടത്തി. PTA വൈസ് പ്രസിഡന്റ് സുഭാഷ് K അധ്യക്ഷത വഹിച്ച യോഗം കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് KN ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ഡയറ്റ് ലെക്ചറർ ജോർജ് എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. കുടയത്തൂർ ഗവൺമെന്റ് ന്യൂ LP സ്കൂളിൽ 2024-25 വർഷത്തെ തനത് പ്രവർത്തനം മഞ്ചാടിച്ചെപ്പിന്റെ ഉദ്ഘാടനവും സ്കൂളിലെ പഴകിയ വയറിങ്ങുകൾ മാറ്റി പുതിയത് സ്ഥാപിച്ചതിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടത്തി. ഇവിടെ 2 പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. മഞ്ചാടിച്ചെപ്പ് എന്ന പേരിൽ കുട്ടികളുടെ പഠന നിലവാരം ഉയർന്ന, പ്രത്യേകിച്ചും കണക്ക് ഗണിതത്തിലുള്ള അവരുടെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് വിവിധ കളികളിലൂടെയും ഒക്കെ അവർക്ക് കണക്ക് എളുപ്പമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം മഞ്ചാടിച്ചെപ്പ് എന്ന പേരിൽ നമ്മൾ കുട്ടിക്കാലത്ത് കളിച്ചുകൊണ്ടിരുന്ന സാറ് സൂചിപ്പിച്ച പോലെയുള്ള വിവിധ കളികളൊക്കെ ഇപ്പോൾ അതൊന്നുമില്ല. അപ്പം അതെല്ലാം പുനരാവിഷ്കരിച്ചുകൊണ്ട് അവരെ പഠിപ്പിച്ചുകൊണ്ട് അങ്ങനെ അവർ പോലും അറിയാതെ അവരുടെ ഉള്ളിലേക്ക് കണക്ക് ഹൃദയസ്ഥമാക്കുന്ന രീതിയിലേക്കുള്ള ഒരു പരിപാടിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു പണി അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മുടെ വയറെല്ലാം പോയി കിടന്ന് എപ്പോഴും കരണ്ടടിക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടായതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രോജക്റ്റ് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെയും
ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. PTA വൈസ് പ്രസിഡന്റ് K. സുഭാഷ് അധ്യക്ഷത വഹിച്ച യോഗം കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് KN ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ഡയറ്റ് ലെക്ചറർ ജോർജ് എബ്രാഹിം മുഖ്യപ്രഭാഷണം നടത്തി. ഡയറ്റ് ലെക്ചറർ MB അജീഷ് കുമാർ ആശംസകൾ അർപ്പിച്ചു. വിദ്യാരംഗം കൺവീനർ CBK ജോർജ് സ്വാഗതവും ഹെഡ്മിസ്ട്രസ് TR വർഷ നന്ദിയും പറഞ്ഞു. സീനിയർ അസിസ്റ്റന്റ് VR റീന, അധ്യാപകരായ AN സിന്ധു, PC സജിത, UF ബഷീറ എന്നിവർ നേതൃത്വം നൽകി. കുട്ടികൾ വിവിധങ്ങളായ ഗണിത കളികളും ഗണിതപ്പാട്ടും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കുടയത്തൂർ. ഒളിമ്പിക്സിന്റെ ദീപം തെളിയുന്ന വേളയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന താരങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്ന് ആശംസകളും നേർന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും. ചടങ്ങിൽ കയ്യും കാലും ബന്ധിച്ച് വേമ്പനാട്ട് കായൽ നീന്തിക്കടന്ന് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ അഫ്സർ ദിയാൻ അമീനെ ആദരിച്ചു. നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു. കുമാരമംഗലം വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ഈഫൽ ടവറിൽ ഡിസൈൻ ചെയ്ത ഒളിമ്പിക്സ് റിംഗിന്റെയും ദീപശിഖയുടെയും മുമ്പിൽ ത്രിവർണ്ണ പതാകയുമായി അണിനിരന്ന് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന മത്സരാർത്ഥികൾക്ക് തിളക്കമാർന്ന വിജയം ആശംസിച്ചു. നീന്തലിലെ കുരുന്ന പ്രതിഭ അസ്ഫർ ദിയാന്റെ വേൾഡ് റെക്കോർഡ് അൺബോക്സിംഗ് വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിൽ സംഘടിപ്പിച്ച പ്രത്യേക ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. വിസ്തൃതമായ വേമ്പനാട്ടുകായലിൽ കയ്യും കാലും ബന്ധിച്ച് 7 കിലോമീറ്റർ നീന്തി ആലപ്പുഴ ചേർത്തലയിലെ അമ്പലക്കടവിൽ നിന്ന് ആരംഭിച്ച യാത്ര 1 മണിക്കൂർ 17 മിനിറ്റ് കൊണ്ട് കോട്ടയം വൈക്കം ബീച്ചിൽ സമാപിച്ചു. വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിലെ അഫ്സർ ദിയാന്റെ നേട്ടം നാടിന് അഭിമാനമാണെന്ന് മന്ത്രി പറഞ്ഞു. എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിട്ട് അസ്ഫറിൻ്റെ മാതാപിതാക്കൾ, അവരുടെ സഹോദരങ്ങൾ, കുടുംബം അവന് കൊടുത്ത വലിയൊരു പിന്തുണ, ഒരു ബാക്കിംഗ്, അത് വലിയ സന്തോഷത്തോടെ കാണുന്നു. പ്രിയപ്പെട്ട കോച്ചിനെ പ്രത്യേകമായി അഭിനന്ദിക്കട്ടെ. ഈ ബഹുമതിയിൽ ഏറെ മാറ്റം വരുത്താതെ ഒരുമിച്ച് സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും ഇട നൽകുന്ന ഒരാളാണ് പരിശീലകൻ. ഞാനൊരു യൂണിവേഴ്സിറ്റി പ്ലെയറായിരുന്നു, MG സർവകലാശാല വോളിബോൾ പ്ലെയറായിരുന്നു. എത്രയോ തലങ്ങളിൽ വോളിബോൾ കളിക്കാനായിട്ട് പോയി, ഏതെല്ലാം തലങ്ങളിൽ കീഴടക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ കായിക രംഗം നമ്മുടെ മാനസിക ആരോഗ്യത്തെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തുന്നതാണ്. ഇന്ന് കുട്ടികളെ കാണുന്ന മറ്റൊരു പ്രവണത എന്താ? നിസ്സാര കാര്യങ്ങൾക്ക് കുട്ടികൾ ക്ഷുഭിതരാവുകയും സൂയിസൈഡ് ചെയ്യുകയും ചെയ്യുന്ന സ്ഥിതി പോലും കാണുന്നുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ മെൻ്റൽ കപ്പാസിറ്റി കുറയുന്നതാണ്. കായിക രംഗത്ത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. മാനസിക ആരോഗ്യം നേടിയെടുക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള പ്രവർത്തികളിൽ ഏറ്റവും ശ്രദ്ധേയമാണ് സമ്പൂർണ്ണ കായിക ശേഷി. അതിനും കൂടെ ശ്രദ്ധിക്കാൻ ഉതകുന്നതാണ് ഈ അസ്ഫറിൻ്റെ വിജയം. ഈ സ്കൂൾ കുട്ടികൾക്ക് അതൊരു വലിയ മാതൃക, നമ്മുടെ സമൂഹത്തിന് മാതൃക. എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ സക്രിയാസ് ജേക്കബ്, നീന്തൽ പരിശീലകൻ ബിജു തങ്കപ്പൻ, KM മാണി, ഫൗണ്ടേഷൻ ചെയർമാൻ ജിമ്മി മരത്തിൽപ്പാറ എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത മഴയിൽ തൊമ്മൻകുത്ത് വേലൂർ ചപ്പാത്തുകൾ കരകവിഞ്ഞു. വേലൂർ ചപ്പാത്ത് കരകവിഞ്ഞതോടെ വേലൂർ, മനയത്തടം, കൈതപ്പാറ മേഖല പൂർണ്ണമായും ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ്. സഹകരണ മേഖലയെ രാഷ്ട്രീയവൽക്കരിച്ച് സഹകരണ പ്രസ്ഥാനം തകർത്ത പിണറായി വിജയൻ കേരള ജനതയോട് മാപ്പ് പറയണമെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് അടിമാലിയിൽ സ്കൂൾ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് ആദരവും നൽകി. തൊടുപുഴ നഗരസഭ മുതലക്കോടം 9ാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് നടന്നു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്രമക്കേടെന്ന പേരിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.